എനിക്ക് കഥ ദഹിക്കില്ല, കവിത എനിക്ക് പറ്റില്ല, നോവൽ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചു വെച്ച ഒരാളാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ്, ആസ്വാദനമാണ്. മാത്രമല്ല നമുക്ക് അവിടെ ഫിലിം കാണുമ്പോൾ നമുക്ക് അവിടെ മാർക്ക് കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് മെയിൻസിനുള്ള മാർക്ക് കൂടി അവിടെ ആവുകയും ചെയ്യും. മനസ്സിലാവാൻ പറ്റണം, ഈസി ആയിട്ട് വായിക്കാൻ പറ്റണം, അക്ഷരങ്ങൾ വ്യക്തത ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ മനോഹാരിത വേണം എന്നൊന്നുമില്ല. നമ്മളിവിടെ ചുമരെഴുത്തിനല്ലല്ലോ പോകുന്നത്. പൊതുവേ ഉണ്ടാവാറുള്ളത് സെൽഫ് സ്റ്റഡി തുടങ്ങിയ പല ആളുകളും പിന്നീട് പല കോച്ചിങ് സെന്ററുകളെയും അല്ലെങ്കിൽ ഗൈഡുമാരെയും അവലംബിക്കേണ്ട അവസ്ഥയിലേക്ക് എത്താറാണ്. അതുവരേക്ക് കുറെ വർഷങ്ങൾ അങ്ങ് പോയി. വളരെ സയന്റിഫിക് ആയിട്ടുള്ള, അതായത് റിസൾട്ടിൽ എത്തിക്കുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് IAS ഫാക്ടർ മലയാളം ഓപ്ഷൻ കോച്ചിങ്ങിന്റെ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന യുണീക്നെസ്. ഫസൽ സാർ, ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് മലയാളം ജസ്റ്റ് എഴുതാനും വായിക്കാനും അറിയുള്ളൂ. എനിക്ക് നോവൽ വായിച്ചുള്ള പരിചയമില്ല, അതുപോലെ കവിതകൾ പാടി പരിചയമില്ല. പക്ഷെ എനിക്കെങ്ങനെ ഒരു മലയാളം ഓപ്ഷനിൽ സിവിൽ സർവീസിൽ തിരഞ്ഞെടുത്തുകൊണ്ട് അത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? എനിക്ക് അത് പറ്റുമോ എന്നെ കൊണ്ട്? വിവേകിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വിചാരിക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതെ. മലയാളം ഓപ്ഷൻ എടുക്കാൻ സത്യത്തിൽ മലയാളം വായിക്കാനുള്ള കഴിവും മലയാള ഭാഷയോടുള്ള ഇഷ്ടവും ഉണ്ടായാൽ മതി. ഇതുവരെ ഞാൻ മലയാള സാഹിത്യത്തിൽ വലിയ വിശാരദനാവണം, അല്ലെങ്കിൽ മലയാളം BA മലയാളം പഠിച്ചിരിക്കണം, മലയാള സാഹിത്യം, നോവലുകൾ, കഥകൾ, കവിതകളൊക്കെ ഇതുവരെ വായിച്ച ഒരാളാവണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ അതിനോടൊക്കെ ഒരു നേരത്തെ തന്നെ ഒരു അനിഷ്ടമോ അല്ലെങ്കിൽ മുൻധാരണയോടുകൂടി മാറ്റി നിർത്തുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? നമ്മളൊരു ഫിലിം കാണുകയാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടത്തോടു കൂടി കാണുമ്പോഴാണല്ലോ അത്. ഇപ്പം പല ആളുകൾക്കും ചില ആക്ടേഴ്സുമായിട്ട് ഫാൻ ഉണ്ടാവാറുണ്ട്. അവർക്ക് നമ്മൾ എത്ര നല്ല ഫിലിമാണെങ്കിലും അവരാരുടെ ഫാനാണോ അയാളുടെ ഫിലിം മാത്രമേ അവർ എൻജോയ് ചെയ്യാറുള്ളൂ. എന്നതുപോലെ മലയാള സാഹിത്യത്തെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ചില ആക്ടേഴ്സിൻ്റെ അത് കാണില്ല എന്ന് തീരുമാനിച്ച ചില ആളുകളുണ്ട്. നല്ല ഫിലിംസ് പോലും അവർ കാണാറില്ല എന്നതുപോലെ ഇതിങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവമാണ്. എനിക്ക് കഥ ദഹിക്കില്ല, കവിത എനിക്ക് പറ്റില്ല, നോവൽ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചു വെച്ച ഒരാളാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഞാനൊരു പുതിയ ലോകത്തേക്ക് എൻട്രി ചെയ്യുകയാണ് എന്നൊരു ജിജ്ഞാസയോടുകൂടി, ഒരു കൗതുകത്തോടു കൂടി എൻട്രി ചെയ്യുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഇതുവരെ സാഹിത്യ ലോകത്ത് ജീവിച്ച ഒരാളെക്കാൾ, ഇതുവരെ സാഹിത്യവും നോവലും ആസ്വദിച്ച ഒരാളെക്കാൾ ആസ്വദിക്കാൻ കഴിയാൻ സാധ്യതയുണ്ടല്ലോ. പുതുതായിട്ട് അന്ധനായിരുന്ന ഒരാൾക്ക് കാഴ്ച ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകമില്ലേ, അയാൾ ചിലപ്പോൾ പുതിയ ലോകത്തെ കൂടുതൽ ആസ്വദിക്കും. എന്നതുപോലെ ഇങ്ങനെ മലയാള സാഹിത്യ ലോകത്തിലേക്ക് ആദ്യമായി കാൽവെക്കുന്ന ഒരാൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നും വരാം. രണ്ട് സാധ്യതകളും അതിനകത്തുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു വിഷയമല്ല. ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് വായിക്കാനും, സാഹിത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇന്ന് വരെ ഉണ്ടായ ജീവിതങ്ങളല്ലേ. ജീവിതങ്ങൾ, മനുഷ്യന് നമ്മളൊക്കെ ജീവിതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ പകർപ്പുകളാണല്ലോ, പുസ്തകത്തിലെ പകർപ്പുകളാണല്ലോ സാഹിത്യം എന്ന് പറയുന്നത്. കഥയാണെങ്കിലും കവിതയാണെങ്കിലും അതിനകത്ത് ജീവിത ദർശനങ്ങൾ ഉണ്ടാകാം, ജീവിതങ്ങൾ തന്നെ ഉണ്ടാവാം. ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത പേജുകളാണ് എന്ന് പറയാറുണ്ട്, പേപ്പറാണ് എന്നൊക്കെ പറയാറില്ലേ. എന്നതുപോലെയുള്ള സംഭവങ്ങളായിരിക്കാം. സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യനുമായി ബന്ധമില്ലാത്ത ഒരു അന്യഗ്രഹ ആനിമലിനെ പോലെ നിൽക്കുന്ന ഒരു സംഗതി അല്ലല്ലോ, ഒരു സ്പീഷീസ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യാം, മലയാള സാഹിത്യം എന്നല്ല, സാഹിത്യ ലോകം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വം ഉള്ളിലുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാവുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഏതൊരു കാൻഡിഡേറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അത് ലിറ്ററേച്ചറാണ്, ഭാഷയാണ്. അത് മലയാളമാവാം, മറ്റേതെങ്കിലും ആവാം. മലയാളത്തെ നമ്മൾ കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തന്നെ മദർ ടങ് ആയതുകൊണ്ട്, നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ കഴിയും, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയും, അല്ലേ? അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കത് പുതിയ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അത് കുറച്ച് ക്ലാസ്സുകളിലൂടെ അവർ പോകുമ്പോൾ കുറച്ചുകൂടി അവർക്ക് ഈസി ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ കോൺസെപ്റ്റിനെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മൾ ഈ മലയാളം ഓപ്ഷനിൽ എടുത്ത് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എടുത്തത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? കാരണം ഇപ്പോൾ നോക്കുമ്പോൾ, ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ബാക്കി പൊളിറ്റി, അതുപോലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലൊക്കെ ഓവർലാപ്പ് വരുന്നുണ്ട്. പക്ഷെ മലയാളം അങ്ങനെ വരുന്നില്ല. അപ്പം
എന്തെങ്കിലും ഉപയോഗമുണ്ടോ മലയാളം നമ്മൾ എടുക്കുന്നതിൽ? ഇത് ഒരു നല്ലൊരു ചോദ്യമാണ്. അതേസമയം ഈ ചോദ്യത്തിനുള്ള ആൻസർ യഥാർത്ഥത്തിൽ നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ ഒരു ഉപകാരം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ മലയാളം എടുത്ത ഒരാൾക്ക് നമുക്കറിയാം, GS പേപ്പറിൽ മലയാളം ഒരു പാർട്ടല്ല, ഒരു പേപ്പറായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ വരുന്നില്ല. ഈവൻ പ്രിലിംസിനോ മെയിൻസിനോ എവിടെയും GS പേപ്പറിന്റെ ഭാഗമായിട്ട് മലയാളം വരുന്നില്ല. പക്ഷേ മറ്റൊരു വശം ഞാൻ പറയാം. മറ്റൊരു വശം, മലയാളം ലിറ്ററേച്ചർ എടുത്ത ഒരാൾ അയാൾ ആസ്വദിച്ചുകൊണ്ട് പഠിക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ട് വായിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മളുടെ ലിഷർ ടൈമിൽ ഒരു UPSC ആസ്പിരന്റിന്റെ ഒരു ടെൻഷൻ, നമ്മൾ എത്ര സ്മാർട്ട് വർക്ക് ആണ് എന്ന് പറഞ്ഞാലും നമുക്കൊരു ടെൻഷൻ വരുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ള എന്താണ്, പൊതുവെ ഒരു ഫിലിമിന് പോകും അല്ലെ. UPSCക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം, പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൽ പല ആളുകളും ഡൽഹിയിലൊക്കെ പിന്നെ പലപ്പോഴും ഈവനിങ്ങിൽ എക്സാം അടുത്ത സമയത്ത് വരെ ഈവനിങ്ങിൽ പിന്നെ ഫിലിമിന് പോകുന്ന, റിലാക്സേഷന് വേണ്ടി പോകുന്ന അവസ്ഥയുണ്ട്. ഈ റിലാക്സേഷൻ നമുക്ക് മലയാളം ഓപ്ഷനിലൂടെ കിട്ടും. അതായത് നമുക്ക് സാഹിത്യവും കഥയും കവിതയും, വളരെ രസകരമായ കഥയുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാറുള്ള NS മാധവന്റെ ഹിഗ്വിറ്റ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ. എന്ത് ത്രില്ലുള്ള കഥയാണത്. അത്തരം കഥകളൊക്കെ അല്ലേ നമുക്ക് വായിക്കാനുള്ളത്. ക്രൈം ത്രില്ലറുണ്ട്. ഈ ക്രൈം ത്രില്ലറൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫിലിം കണ്ട അനുഭവമാണ് അല്ലെ. അത് നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ്, ആസ്വാദനമാണ്. മാത്രമല്ല നമുക്ക് അവിടെ ഫിലിം കാണുമ്പോൾ നമുക്ക് അവിടെ മാർക്ക് കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് മെയിൻസിനുള്ള മാർക്ക് കൂടി അവിടെ ആവുകയും ചെയ്യും. മാർക്ക് കൂടി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയി. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അത് പോസിറ്റീവാണ്. മാത്രമല്ല, സാഹിത്യം വായിക്കുന്നതോടുകൂടി, സാഹിത്യ രചനകൾ വായിക്കുമ്പോൾ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു ഉണർവുണ്ട്. അതിന് സയന്റിഫിക് ആയിട്ടൊക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. അതായത് ആസ്വദിക്കുന്ന ഒരാൾ ഡോപ്പമിൻ അയാൾ ഉണ്ടാവും എന്നൊക്കെ പറയാറില്ലേ നമ്മൾ, അതിന്റെ ബയോളജിക്കൽ വാറ്റവർ. നമുക്ക് എന്തായാലും അയാൾക്കൊരു ഉണർവ് ഉണ്ടാകുന്നുണ്ട്. ആ ഉണർവ് സ്വാഭാവികമായിട്ട് അയാളുടെ GS പഠനത്തിലേക്ക് കൂടി ആ എനർജി അയാൾ ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ. ആ എനർജിയോടുകൂടി അയാൾ GS പഠനത്തിലേക്ക് പോകുന്നു. ജോഗ്രഫി ആവാം, ഹിസ്റ്ററി ആവാം, IR ആവാം. ഏത് മേഖലയിൽ പോകുമ്പോഴും അയാൾ ഇവിടെ സാഹിത്യം വായിച്ച് ആസ്വദിച്ച് ആ ഒരു ആനന്ദത്തോടു കൂടി അവിടെ പഠിക്കുമ്പോൾ, അപ്പുറത്ത് പഠിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ എനർജിയോടുകൂടി GS പേപ്പറിനെ കൂടി അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ മലയാളം ലിറ്ററേച്ചർ, ഞാൻ പറയുന്നത് മലയാളം ലിറ്ററേച്ചർ എടുത്ത ഒരാളുടെ എഡ്ജ് ഓപ്ഷൻ പേപ്പറിലുള്ളത് മാത്രമല്ല, GSൽ കൂടി അയാൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു മാനസിക ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേക ഒരു സബ്ജക്റ്റ് പഠിക്കുക എന്നതിലുപരി ഇപ്പോൾ ഒരു ലെഷർ ടൈം കിട്ടുമ്പോൾ നമുക്കിത് അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ച് പോവാം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ള സംഭവം ഇതിലുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. വിവേക് പറഞ്ഞത് തന്നെയാണ് ഒരർത്ഥത്തിൽ. അതേസമയം വളരെ സില്ലിയായിട്ട് എടുക്കരുത്, സീരിയസ് ആയിട്ട് തന്നെ കാണുന്ന ഒരു മെയിൻസ് ഓപ്ഷനിലാണ്. നമുക്ക് മെയിൻസിൽ നല്ലൊരു സ്കോർ ഉണ്ടാവുമ്പോഴാണ്, ഓപ്ഷൻ പേപ്പറിന് നല്ലൊരു സ്കോർ കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മളുടെ റാങ്ക് കൂടുതൽ ഉയരുന്നത്. അതിന് വലിയ സാധ്യത ഉള്ള ഒരു പേപ്പർ കൂടിയാണ് മലയാളം ഓപ്ഷൻ അല്ലെ. അതിന് വലിയ സാധ്യത ഉള്ള ഒരു പേപ്പറാണ്. ആ അർത്ഥത്തിൽ കൂടി സീരിയസ് ആയിട്ട് തന്നെ കാണണം. അതേസമയം ഈ ലിഷറിനെ എന്റർടൈൻ ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് കൂടിയാണ്, നല്ലൊരു എനർജി ബൂസ്റ്ററും കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ അതിൽ പറഞ്ഞു വെച്ചത്. സാർ, എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മലയാളം ലിറ്ററേച്ചർ എടുക്കുമ്പോൾ ബാക്കി ഇപ്പോൾ ഹിന്ദി ലിറ്ററേച്ചർ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഇപ്പം ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മലയാളം ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ കോമ്പറ്റീഷൻ. പക്ഷെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിറ്ററേച്ചറും മലയാളം ലിറ്ററേച്ചറും വെച്ച് നോക്കുമ്പോൾ മലയാളം ലിറ്ററേച്ചറിന് മാർക്ക് കുറവ് കിട്ടുന്നു എന്നുള്ളൊരു സംഭവം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? അത് വിവേക് പറഞ്ഞത് കറക്റ്റാണ്. മലയാളം ലിറ്ററേച്ചർ മറ്റു ലിറ്ററേച്ചറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹിന്ദി ലിറ്ററേച്ചർ എടുത്ത ആളുകൾക്ക് കിട്ടുന്ന അത്രയും മാർക്ക് കിട്ടുന്നില്ല. പണ്ട് ഇറങ്ങിയ ഉടനെ നമ്മൾ സിവിൽ സർവീസ് പഠനകാലത്ത് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്. അന്ന് പാലി ലിറ്ററേച്ചർ പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോറുള്ള ഒരു കാലമാണ്. അങ്ങനെ പാലി, എനിക്ക് ഭാഷ പോലും അറിയില്ല, പാലി അക്ഷരങ്ങൾ അറിയില്ല, പക്ഷെ ഞാൻ പാലി ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടി അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട്. കാര്യം മാർക്ക് കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അവിടെ ഒരു ലിമിറ്റേഷൻ ഉള്ളത്. നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഹിന്ദി ലിറ്ററേച്ചർ പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു മലയാളിക്ക് സാമാന്യന അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഹിന്ദി ലിറ്ററേച്ചർ അറിയുന്ന മലയാളികൾ ഉണ്ട് കേട്ടോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം സാധാരണഗതിയിൽ ഒരു പുതിയ സാഹിത്യം, പുതിയ ഭാഷ പഠിച്ചെടുക്കുക എന്നുള്ളത് അത്ര ഈസി അല്ലല്ലോ. മലയാളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറില്ലേ, അമ്മിഞ്ഞപ്പാല് പോലെ തന്നെയാണ് മലയാളം നമുക്കെന്ന് പറയാറില്ലേ. അത്രത്തോളം മലയാളിയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണല്ലോ മലയാള ഭാഷയും സാഹിത്യവും. അതുകൊണ്ട് ഈസിയാണ്. അതേസമയം മാർക്ക് കമ്പാരിറ്റീവ്ലി മറ്റു ലിറ്ററേച്ചറുകളെ അപേക്ഷിച്ച്, മറ്റു സാഹിത്യ
സാഹിത്യം, ഭാഷ എന്ന അർത്ഥത്തിൽ ഹിന്ദി, തമിഴ് ഇതുപോലെയുള്ള പല ലിറ്ററേച്ചറിനെ അപേക്ഷിച്ച് ഒരു സംശയമില്ല മാർക്ക് കുറവാണ് കിട്ടുന്നത്. എങ്കിലും 280+ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ പൊതുവെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കോമൺ സാധാരണ പോപ്പുലർ ഓപ്ഷൻ സബ്ജക്റ്റ് എന്ന് പറയാറുള്ള പബാഡിനും അതുപോലെ തന്നെ സോഷ്യോളജിക്കും ഒക്കെ കിട്ടുന്നത് പോലെയുള്ള സ്കോർ മലയാളത്തിനും കിട്ടുന്നുണ്ട്. പക്ഷെ അത്രയും റിസ്ക് എടുക്കുകയും വേണ്ട, ആ രീതിയിലുള്ള സ്കോർ കിട്ടുന്നുണ്ട്. തമിഴ് ലിറ്ററേച്ചർ ഇപ്പോൾ നമുക്ക് മലയാളി എന്നുള്ള അർത്ഥത്തിൽ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ കമ്പാരിറ്റീവ്ലി അത് ശരിയാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷെ മാറ്റങ്ങൾ വരും. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മുമ്പ് പറയാറുണ്ടായിരുന്നു മലയാളം ലിറ്ററേച്ചറിന് ഒട്ടും മാർക്ക് കിട്ടുന്നില്ല എന്ന് ചില മലയാളത്തിലെ സാഹിത്യ പ്രഭുക്കളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അവരാണ് മാർക്ക് ഇടുന്നത്, അതുകൊണ്ട് കിട്ടുന്നില്ല എന്ന രീതിയിലൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. വ്യക്തികളെന്നും നമ്മൾ പറയണ്ട, അങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അത്യാവശ്യം നല്ല സ്കോർ മലയാളി കമ്മ്യൂണിറ്റിക്ക് മലയാളം ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അത് ഇനിയും കൂടുമായിരിക്കും ഒരു പക്ഷേ. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം, കൂടട്ടെ. ഇപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നത് കേരളത്തിനകത്താണ് എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിനകത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് എത്രത്തോളം കുട്ടികൾക്ക് അതൊരു റിലയബിൾ ആയിരിക്കും ആ ഒരു സംഭവം? അതായത് കേരളത്തിനകത്ത് ഈ പേപ്പർ ചെക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, ഇത് കേരളത്തിന് പുറത്ത് പോകുന്നില്ല, ഇവർക്ക് നമ്മുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടോ? UPSCയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ UPSC വളരെ ഇന്ന് വരെ നമ്മൾ അറിയുന്നതിൽ ഏറ്റവും ജെനുവിനായിട്ട് എക്സാം നടത്തുകയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചോട് കൂടി തന്നെ അതിൻ്റെ മാർക്കിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ. നമുക്കറിയാം ഈവൻ ഇപ്പം നമ്മുടെ കേരള PSC പോലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അതിൻ്റെ സ്കോറിങ് എല്ലാം നടക്കുന്നത്, മാർക്ക് കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ആ വിഷയത്തിൽ നമ്മൾ പഠിച്ച് നമ്മൾ വൃത്തിയായിട്ട് നല്ല രീതിയിൽ എഴുതിയാൽ മാർക്ക് കിട്ടും, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടുന്നില്ല. മലയാളത്തിൽ തന്നെ വളരെ കുറഞ്ഞ മാർക്ക് കിട്ടുന്ന ആളുകളുണ്ട്. വളരെ സില്ലി ആയിട്ട് എടുത്ത് ഞാൻ 10 ബുക്ക് വായിച്ചിട്ടുണ്ട്, ഞാൻ മുമ്പെന്നോ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചു പോയി അങ്ങ് എഴുതിയിട്ട് അതൊരു ഈസി വാക്ക് ഓവറായി കരുതിയ പല ആളുകൾക്കും വളരെ കുറഞ്ഞ മാർക്ക് കിട്ടിയതുണ്ട്. പക്ഷേ മലയാളം നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്താൽ, നല്ല രീതിയിൽ പഠിച്ചാൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് ആസ്വദിച്ചുകൊണ്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ, അവനവൻ്റെ ഒരു പ്രിന്റ് അതിനകത്ത് ഉണ്ടായാൽ, അവനവൻ്റെ ഒരു സിഗ്നേച്ചർ ആ എഴുത്തിലുണ്ടായാൽ ഒരു സംശയമില്ല നല്ല മാർക്ക് മലയാളം ലിറ്ററേച്ചറിന് വാങ്ങിക്കാൻ പറ്റും. സാർ, ഇപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ് മലയാളം. ഞാനപ്പോൾ മലയാളം എടുത്ത് ആൻസർ എഴുതുമ്പോഴത്തേക്കും ഹാൻഡ് റൈറ്റിംഗ് വലിയൊരു വിഷയമായിട്ട് ഇതിൽ വരുമോ? ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ലെജിബിൾ ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. വായിക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ വിവേകിന് വായിക്കാൻ പറ്റിയ പോരാ, ഇത് ആൻസർ നോക്കുന്ന ആൾക്ക് വായിക്കാൻ പറ്റണം, അയാൾക്ക് മനസ്സിലാവണം, അക്ഷരത്തെറ്റില്ലാതിരിക്കണം. കാരണം ഭാഷയാണ്, സാഹിത്യമാണ്. അതുകൊണ്ട് തന്നെ അക്ഷരത്തെറ്റ് അറിയാലോ. ഇപ്പോൾ നമുക്ക് അത് ഏത് ഭാഷയാണെങ്കിലും, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ഒരാൾ എഴുതുന്നത്, അയാൾ ഇംഗ്ലീഷ് സാഹിത്യം എഴുതുന്ന ഒരു പേപ്പറിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടിയുള്ള സെൻറ്റൻസുകളാണ് എഴുതുന്നതെന്ന് വെക്കുക, ഉറപ്പായിട്ടും അതൊരു കല്ലുകടിയാണല്ലോ അല്ലേ. മാർക്ക് കുറയും, സ്വാഭാവികമായിട്ടും മാർക്ക് കുറയും. തെറ്റില്ലാതെ എഴുതാൻ പറ്റണം എന്നുള്ളത് യാതൊരു സംശയമില്ല. ഭാഷയാണ്, സാഹിത്യമാണ്. അതുകൊണ്ട് തന്നെ അതേസമയം വായിക്കാൻ കഴിയണം. അയാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവാൻ പറ്റണം, ഈസി ആയിട്ട് വായിക്കാൻ പറ്റണം, അക്ഷരങ്ങൾ വ്യക്തത ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ മനോഹാരിത വേണം എന്നൊന്നുമില്ല. നമ്മളിവിടെ ചുമരെഴുത്തിനല്ലല്ലോ പോകുന്നത്, അതുകൊണ്ട് മനോഹാരിത വേണമെന്നൊന്നുമില്ല. എഴുത്ത് വായിക്കാൻ പറ്റണം എന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നല്ല കൈയക്ഷരത്തിനൊരു ഇമ്പ്രഷൻ ഉണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണ്, അത് ഏത് കാലത്തും ഉള്ളതാണ്. പക്ഷേ എന്ന് വെച്ച് സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് തന്നെയാണ് ഫോക്കസ് ചെയ്യുക. അവിടെ നമ്മൾ എന്ത് പ്രസൻറ്റ് ചെയ്തു, അത് എത്രത്തോളം വാലിഡ് ആണ്, അത് എത്രത്തോളം അനലിറ്റിക്കലാണ്, ഇത്തരം കാര്യങ്ങളാണല്ലോ പൊതുവെ നോക്കുന്നത്. എന്നതുപോലെ തന്നെ മലയാളത്തെ സംബന്ധിച്ചാണെങ്കിലും അത്ര നമ്മുടെ കണ്ടന്റിലാണ് ഫോക്കസ് വരുന്നത്, മാർക്ക് വരുന്നത്. ഇപ്പം എനിക്ക് സാഹിത്യപരമായി എഴുതാൻ അറിയില്ല, അപ്പം വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതിയാകുമോ? ഇത് മലയാളത്തിൻ്റെ ആൻസർ റൈറ്റിംഗ് വരുമ്പോഴത്തേക്കും ഭയങ്കര സിമ്പിളായിട്ട് എഴുതിയാൽ മതിയോ? അത് എന്തെങ്കിലും സാഹിത്യപരമായിട്ടുള്ള പൊടിക്കൈകൾ എന്തെങ്കിലും നമ്മളിതിൽ ചേർക്കേണ്ടതായിട്ടുണ്ടോ? സാഹിത്യപരമായ പൊടിക്കൈകൾ എന്നുള്ളത് ആ പ്രയോഗത്തോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. സാഹിത്യം എന്ന് പറയുന്നത് ഒന്ന് പൊടിക്കൈകൾ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയല്ല. സാഹിത്യം വളരെ ജെനുവിനായിട്ടുള്ള, ലോകത്ത് ഏറ്റവും ജെനുവിനായിട്ടുള്ള ഒന്നുണ്ടെങ്കിൽ അത് സാഹിത്യമാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെയും മനുഷ്യ ജീവിതങ്ങളുടെ ഒരു പകർപ്പാണല്ലോ. സോ ഏറ്റവും മനുഷ്യൻ്റെ ശ്വാസവായു പോലെയാണ്, ശ്വാസവായു പോലെയാണ് സാഹിത്യം എന്ന് പറയാറുണ്ട്. ആത്മാവാണ്, ജീവൻ്റെ ആത്മാവാണ് സാഹിത്യം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തിൽ ആ ഒരു
ടച്ച് ഹൃദയസ്പർശിയായിരിക്കണം, അതിൽ സംശയമില്ല. നമ്മൾ എഴുതുന്നത് ഹൃദയസ്പർശിയായ ഒരു കൃതിയെക്കുറിച്ചാണ്, ഹൃദയസ്പർശിയായ ഒരു നോവലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആസ്വാദികരമായ ഒരു കവിതയെക്കുറിച്ചാണ്. ആ ഒരു ആസ്വാദ്യത, നമ്മളുടെ ആസ്വാദന ശേഷി, ഇതെല്ലാം നമ്മുടെ എഴുത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത വളരെ താഴേക്കിടയിലുള്ള ഒരു ഭാഷയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടുന്നതിൽ പ്രശ്നമുണ്ടാവും. ഇത് നമ്മൾ ആവർത്തിച്ച് എഴുതി ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, അവിടെയാണ് നമ്മളുടെ ഗൈഡൻസ്, ഒരു നല്ല ഗൈഡ് അല്ലെങ്കിൽ ഒരു നല്ല മെൻറ്ററുടെ പ്രസക്തി വരുന്നത് അവിടെയാണ്. നമ്മൾ നല്ല രീതിയിൽ എഴുതി തുടക്കം മുതൽ തന്നെ, ഞാൻ ആ ആശയക്കാരനാണ്, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ശീലിക്കേണ്ട ഒരു കാര്യമല്ല എഴുത്ത്. നമ്മൾ തുടക്കം മുതൽ തന്നെ എഴുതി ശീലിക്കണം. എഴുതി ശീലിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ വേഗത എന്ന അർത്ഥത്തിലല്ല, നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു എഴുത്ത് ഒരു സർഗരചന പോലെ ഉള്ളിൽ നിന്നുള്ള ഒരു ഒഴുക്കായി മാറണം. അത് നമ്മൾ തുടക്കം മുതൽ ശീലിച്ചു കഴിഞ്ഞാൽ ഇത്ര മനോഹരമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷണൽ പേപ്പർ വേറെ ഉണ്ടാവില്ല. നമ്മളതിലങ്ങ് പിന്നീട് നമ്മൾ ഈ സാഹിത്യത്തിൽ ആസ്വദിച്ച് അതിൽ മുഴുകി അങ്ങ് പോയി ഒരു പൂർണ്ണ സാഹിത്യാസ്വാദകനായി പോവാതിരിക്കാൻ വരെ ശ്രദ്ധിക്കേണ്ടി വരും. അത്രത്തോളം മനോഹരമാണ് മലയാള സാഹിത്യ ലോകം എന്ന് പറയുന്നത്. വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മലയാളം പഠിച്ച് നമ്മൾ ഇതിലൊരു ലിറ്ററേച്ചർ എടുക്കുക എന്നുള്ളൊരു സംഭവമാണോ ഇതിലുള്ളത്, അതോ നമുക്ക് ഈ സിലബസിൻ്റെ അകത്തുള്ള പോലെ അത് മാത്രം പഠിച്ച് മാർക്ക് മേടിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇതിലുള്ളത്? ഞാൻ വേറെ കുറച്ച് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇതിനെ ഇഷ്ടപ്പെട്ട് അവർ കൈ കിട്ടുന്ന നോവൽസും പിന്നെ കഥകളൊക്കെ വായിച്ച് എനിക്ക് ഇതിൽ മലയാളത്തിൽ ഇനി കൂടുതൽ എനിക്ക് താല്പര്യം വന്നു, അതിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഒരു ഭാഗം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അതാണോ വേണ്ടത്, അതോ സിലബസിൻ്റെ അകത്ത് കറക്റ്റ് ഇത് മാത്രം പഠിച്ച് സർവീസിൽ കയറുക എന്നുള്ളത്? അപ്പോൾ ഇത് എങ്ങനെയാണ് പിള്ളേർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഇതെങ്ങനെയാണ് ഒന്ന് സാറ് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? വിവേകിന്റെ ഈ ചോദ്യത്തെ ഞാൻ വേറൊരു തലത്തിൽ അപ്രോച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മലയാള ഭാഷയെയും സാഹിത്യത്തെയും അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ മുഴുകിപ്പോവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും ഒരു മാസ്മരികതയുണ്ട്, അതിനൊരു മാഗ്നറ്റിസം, ഒരു കാന്തിക വലയം ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്ക് അങ്ങ് അടുത്തു പോകും. ആ അടുപ്പം കൂടുമ്പോൾ നമ്മളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഉത്തരങ്ങൾ, ഓരോ ചോദ്യത്തോടും ഉണ്ടാവുന്ന നമ്മളുടെ അപ്രോച്ച്, അത് വളരെ മനോഹരമായിരിക്കും. അതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണം എന്താണ്? സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഗുണമുണ്ട്, നമുക്ക് മാർക്ക് കൂടും. അപ്പോൾ അതുകൊണ്ട് അതാണല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം. അത് ഏതൊരു മേഖലയും അങ്ങനെയല്ലേ, നമ്മുടെ പാഷനോട് കൂടി ചെയ്യുന്നതിനുണ്ടാകുന്ന റിസൾട്ട് വളരെ കൂടുതലായിരിക്കുമല്ലോ. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായ ഒരു പാറ്റേണിൽ നിന്നുകൊണ്ട് ആ ഒരു സംഗതി ചെയ്യാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതും ഇഷ്ടത്തോടു കൂടി ചെയ്യുക എന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതിന് എന്തായാലും മാർക്ക് കൂടും, റിസൾട്ട് കൂടും. അങ്ങനെ ഇഷ്ടത്തോടു കൂടി പഠിക്കാനും ഇഷ്ടത്തോടു കൂടി പഠിച്ച് മാർക്ക് കൂടുതൽ നേടാനും പറ്റിയ ഒരു സബ്ജക്റ്റാണ്, ഒരു ഓപ്ഷണൽ പേപ്പറാണ് മലയാളം. അതാണ് മലയാളത്തിന്റെ പ്രത്യേകത. ഈ ചോദ്യം എന്തുകൊണ്ടും റെലവൻ്റ് ആണ്. എനിക്കിപ്പോൾ മലയാളം അത്യാവശ്യം നല്ലപോലെ വായിക്കാനും ഞാനിപ്പോൾ എഴുതാനോ എനിക്കറിഞ്ഞ ഇടയ്ക്ക് കുറച്ച് കഥകളൊക്കെ എഴുതാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇപ്പം ഞാൻ സെൽഫ് സ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അങ്ങനെ ആരുടെയെങ്കിലും മെൻറ്ററിൻ്റെ അടിയിലായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടോ, അതോ ഞാൻ സ്വന്തമായിട്ട് പഠിക്കുന്നത് ഏതാണ്? സാറിപ്പോൾ എന്തായിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഞാൻ എന്തായാലും ഒരു മെൻറ്റർ വേണമെന്നല്ലേ പറയൂ. ഞാനൊരു മലയാളം ഓപ്ഷൻ പേപ്പറിന്റെ മെൻറ്റർ അല്ലേ, അതായത് തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഒരു വസ്തുത പറയുകയാണെങ്കിൽ വിവേക്, നമുക്ക് മലയാളം ഓപ്ഷൻ എടുത്ത ഒരാൾ, അയാൾ മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമോ ഉള്ള ഒരാളാണ്. അയാൾക്ക് മലയാള സാഹിത്യ ലോകത്ത് നല്ല ബന്ധമുണ്ട്. അയാൾ ഇതുവരെ മലയാള സാഹിത്യവും ഭാഷയുമായി ബന്ധപ്പെട്ട എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. അയാൾക്ക് നല്ല പരിചയമുള്ളൊരു മേഖലയാണ്. അയാൾ സെൽഫ് സ്റ്റഡി നടത്തിയാൽ മതി എന്നേ ഞാൻ പറയൂ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ അത് മതി, അതിൽ സംശയമില്ല. അത് മലയാള ഓപ്ഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ഓപ്ഷൻ പേപ്പറുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സിവിൽ സർവീസിൻ്റെ മറ്റു GS പേപ്പറിൽ ഒരാൾക്ക് പല മേഖലയും ഒരു സെൽഫ് സ്റ്റഡി നടത്തിയാൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. ജിയോഗ്രഫി ഡിഗ്രിയോ PGയോ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം GS പേപ്പറിലെ ജിയോഗ്രഫി വളരെ സിമ്പിളാണ്. ഹിസ്റ്ററി നേരത്തെ ഡിഗ്രിയും PGയും JRFും PhD ഒക്കെ ഉള്ള പല ആളുകളും സിവിൽ സർവീസ് എഴുതുന്നുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് ഹിസ്റ്ററിയുടെ ക്ലാസ് വേണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അവിടെയൊക്കെ മറ്റൊരു ഉത്തരമുണ്ട്. UPSCയുടെ പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് മറ്റൊരു രീതിയിലാണെന്നും അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതിന് ഒരു മെൻറ്റർഷിപ്പ് ആവശ്യമാണെന്നും പറയാറുണ്ട് പൊതുവെ. അക്കാര്യം മലയാള ഓപ്ഷൻ്റെ കാര്യത്തിലും ഒരു പരിധി വരെ ശരിയാണ്. യൂണിവേഴ്സിറ്റി പൊതുവെ ചോദിക്കാറുള്ള ഒരു രീതിയിലല്ല പലപ്പോഴും ഓപ്ഷണൽ പേപ്പറുകളിൽ UPSC ചോദ്യം ചോദിക്കാറുള്ളത്. ആ ഒരു വ്യത്യാസം അറിയാൻ ഒരുപക്ഷെ UPSC സ്റ്റൈലിലുള്ള മെൻറ്റർഷിപ്പ് ഏതൊരു ഓപ്ഷൻ പേപ്പറിനും ആവശ്യമുള്ളതുപോലെ മലയാളം ഓപ്ഷൻ പേപ്പറിനും ആവശ്യമാണ് ഒരർത്ഥത്തിൽ.
അതേസമയം ഒരു വിദ്യാർത്ഥി മലയാളം ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഇല്ല, ഒട്ടുമില്ല, മലയാള സാഹിത്യ ലോകവുമായിട്ട് വായിച്ചുള്ള അറിവേ ഉള്ളൂ. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് മെന്റർഷിപ്പ് നിർബന്ധമായിരിക്കും അല്ലേ? അയാളെ സംബന്ധിച്ച് പല മേഖലകളും, പ്രത്യേകിച്ചും മലയാള സാഹിത്യത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, പല പുസ്തകങ്ങളും നേരത്തെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുക, മാത്രമല്ല ചോദ്യം വരുന്നതിൻ്റെ ഒരു രീതി, അതിനോടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കണം, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുക, അതിനെ കൃത്യമായി എങ്ങനെയായിരിക്കണം, അതിനോട് ഏതെല്ലാം ആംഗിളിൽ നിന്നുകൊണ്ട് അതിന് ആൻസർ കൊടുക്കണം എന്ന കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. മാത്രമല്ല ഇതൊരു മത്സര പരീക്ഷയാണല്ലോ. ആ അർത്ഥത്തിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, മാർക്ക് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അറിയാനുള്ള ചില സംഗതികളുണ്ടല്ലോ, ചില സാങ്കേതികമായ ചില രസതന്ത്രങ്ങൾ അതിനകത്ത് ഉണ്ട്, ഒരു സംശയമില്ല. അപ്പൊ അതിൽ വൈദഗ്ധ്യം ഉണ്ടാവുന്ന ഒരാളായിരിക്കുമല്ലോ ഇതിന്റെ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞ സംഗതി, അതാണല്ലോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും മാർക്ക് കൂടുതൽ കിട്ടുക എന്നുള്ളതാണല്ലോ ഒരു UPSC ആസ്പിരന്റിന്റെ ആത്യന്തിക ലക്ഷ്യം. അപ്പൊ തീർച്ചയായിട്ടും അത് നിർബന്ധം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പൊതുവെ ഉണ്ടാവാറുള്ളത് സെൽഫ് സ്റ്റഡി തുടങ്ങിയ പല ആളുകളും പിന്നീട് പല കോച്ചിങ് സെന്ററുകളെയും അല്ലെങ്കിൽ ഗൈഡുമാരെയും അവലംബിക്കേണ്ട അവസ്ഥയിലേക്ക് എത്താറാണ്. അതുവരേക്ക് കുറേ വർഷങ്ങൾ അങ്ങ് പോകും എന്നുള്ളതാണ് പൊതുവെ സംഭവിക്കാറുള്ളത്. ആ വിഷയത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ സാറ് പറഞ്ഞതിനോട് ഞാൻ കുറച്ചൊരു സംഭവം കൂടി കൂട്ടിച്ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മലയാള സാഹിത്യം അറിയാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ രീതിക്കുള്ളൊരു സംഭവമാണെങ്കിൽ നമുക്ക് ഉപന്യാസം പോലെ അങ്ങ് എഴുതി പോവാം. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു സംഭവം അല്ലല്ലോ. ഇത്ര വേർഡ് ലിമിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇത്ര മാർക്കിന് എഴുതിയാൽ മതി, ഇത്ര പേപ്പറേ ഉള്ളൂ നമുക്ക് എഴുതാൻ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു മെന്ററിന്റെ ആവശ്യം എന്തായാലും ഉറപ്പായിട്ടും വേണ്ട ഒരു സംഭവമല്ലേ അത്? യെസ്, തീർച്ചയായിട്ടും വിവേക് പറഞ്ഞത് കറക്റ്റാണ്. സാങ്കേതികമായ ഒരു പരീക്ഷയാണ്. അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലേ? ഓരോ തരം ചോദ്യത്തിനും ഇത്ര മാർക്കുള്ള ചോദ്യത്തിന് ഇത്രയേ എഴുതാകും, ഇത്ര മാർക്കുള്ള ചോദ്യത്തിന് ഇത്ര എഴുതിയിരിക്കണം, ഇങ്ങനെ കുറേ റിക്വയർമെന്റ്സ് ഉണ്ട്. ഒരു പരീക്ഷയുടെ സാങ്കേതികത്വം ആവശ്യപ്പെടുന്ന കുറേ അധികം റിക്വയർമെന്റ്സ് ഉണ്ട്. അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് മെന്റർഷിപ്പ് ആവശ്യമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ നമുക്കത് നേരിട്ട് അങ്ങ് പറയാനുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം മലയാളം ഓപ്ഷൻ പേപ്പർ എടുക്കൂ എന്ന് ഡയറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ അവർ. ഓരോ വിദ്യാർത്ഥിയും സ്വയം ചിന്തിച്ച് ആലോചിച്ച് കണ്ടെത്തേണ്ടുന്ന കാര്യമാണത് അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും എല്ലാ ഓപ്ഷനിലും 2 പേപ്പറുണ്ട്. ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് പേപ്പറിനെക്കാളും മാർക്ക് കുറവാണ് സെക്കൻഡ് പേപ്പറിൽ കിട്ടുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്? ഫസ്റ്റ് പേപ്പർ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഡ്രൈ ആണ്, കുട്ടികൾക്കൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, കാണാണ്ട് പഠിച്ചാൽ മതിയാവും. പക്ഷേ സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പോഴത്തേക്കും അവർ അനലൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സംഭവം വരുന്നുണ്ട്. കാരണം നോവലുകൾ വരുന്നുണ്ട്, ചെറുകഥ വരുന്നുണ്ട്, നാടകം വരുന്നുണ്ട്. അപ്പം ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടേതായ രീതിക്ക് വേണ്ടി സെക്കൻഡ് പേപ്പറിൽ എഴുതാനായിട്ട്. അപ്പോൾ അത് എങ്ങനെ ഒരു കുട്ടി ഓവർകം ചെയ്യും? അതായത് സെക്കൻഡ് പേപ്പറിൽ എങ്ങനെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യും? ആ വിഷയത്തിൽ എൻ്റെ ഒരു നിരീക്ഷണം, ശരിക്കും സെക്കൻഡ് പേപ്പറിലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഓരോ വ്യക്തിക്കും ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, ആ വ്യക്തിത്വം പ്രകാശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് സെക്കൻഡ് പേപ്പർ. അയാളുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടി കൈന്നിട്ടുകൊണ്ട് ചെയ്യാന്ന് പറയില്ലേ നമ്മൾ സാധാരണ? ഇന്നസെന്റ് ഒക്കെ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ ഫലിതങ്ങളിൽ കുറെ കാര്യങ്ങൾ കൈന്നിടും എന്ന് പറയാറുണ്ട്. എന്നതുപോലെ കൈന്നിടാനുള്ള ഒരു അവസരമാണ് ശരിക്കും സെക്കൻഡ് പേപ്പർ. അപ്പൊ അതുകൊണ്ട് അതിൽ സ്കോർ ചെയ്യാനുള്ള അവസരം കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി വായന വേണം, കുറച്ചുകൂടി ഉള്ളിൽ നിന്ന് അകമറിഞ്ഞുകൊണ്ടുള്ള വായന വേണം എന്നുള്ളതേ ഉള്ളൂ. ആസ്വദിച്ചുകൊണ്ടുള്ള വായന ഉണ്ടായിക്കഴിഞ്ഞാൽ സെക്കൻഡ് പേപ്പറാണ് കൂടുതൽ സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമുക്ക് കയ്യിൽ നിന്നിടാനൊന്നും ഉണ്ടാവില്ല, കുറേ അധികം. എന്നാലും അവനവൻ്റെതായ ഒരു ടച്ച്, ഒരു സിഗ്നേച്ചർ അതിനകത്ത് വേണം, അത് സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ആസ്വദിച്ചുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും പഠിക്കുന്ന ഒരാൾക്ക് തന്നെയാണ് അത് ഏത് സബ്ജക്റ്റും പോലെ മലയാളം ഓപ്ഷൻ പേപ്പറിനും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെയാണ്. സെക്കൻഡ് പേപ്പറിന് മാർക്ക് കുറയും എന്നുള്ളത് അങ്ങനെ ഒരു സിദ്ധാന്തമൊന്നുമില്ല. അങ്ങനെ അല്ലാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്, സെക്കൻഡ് പേപ്പറിൽ കൂടുതൽ മാർക്ക് കിട്ടിയ ഉദാഹരണങ്ങളുണ്ട്. അപ്പം അത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഫസ്റ്റ് പേപ്പറിലാണ് മാർക്ക് കൂടുതൽ കിട്ടുന്നത് എന്നൊന്നുമില്ല. അതൊരു പൊതുവെ ഞാൻ വിചാരിക്കുന്നത് അതൊരു മിത്താണെന്നാണ്, തെറ്റായ ഒരു സങ്കല്പമാണ്. അത് നമ്മൾ പൊളിച്ചേ പറ്റൂ. സെക്കൻഡ് പേപ്പറിൽ ഞാൻ കൂടുതൽ മാർക്ക് വാങ്ങിക്കും എന്ന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വാശി വേണം, അപ്പോഴാണല്ലോ സെക്കൻഡ് പേപ്പറിൽ കൂടുതൽ മാർക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ സെക്കൻഡ് പേപ്പർ നോക്കുമ്പോഴത്തേക്കും നമ്മുടേതായിട്ടുള്ള കുറേ
ചിന്തകൾ അവിടെ എഴുതാൻ പറ്റും. ഇപ്പം കുടിയൊഴിക്കൽ, പിന്നെ ഖസാക്കിന്റെ ഇതിഹാസം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് അതിൽ ആ ഒരു നോവലിന്റെ അകത്ത് നിന്നോ അല്ലെങ്കിൽ ആ ഒരു കവിതയുടെ അകത്ത് നിന്നോ ഇപ്പം സാമൂഹികപരമായിട്ട് നമ്മൾ എന്തായാലും സിവിൽ സർവീസ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരുപാട് ചിന്തകൾ വേണ്ടി വരും. അപ്പം ആ ചിന്തകളുടെ ഒരു സംഭവം നമ്മുടെ മലയാളം ഓപ്ഷനിൽ എങ്ങനെ അവരെ സഹായിക്കും? അവരുടെ ചിന്തകളുടെ ഒരു ഡെവലപ്മെന്റ് അത് എങ്ങനെ സഹായിക്കും ഈ മലയാളം ഓപ്ഷനിൽ? അതായത് സെക്കൻഡ് പേപ്പറിൽ നല്ല സ്കോർ ഉണ്ടാവണമെങ്കിൽ കുറച്ചധികം ചിന്തിക്കണം, അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് വിവേക് പറഞ്ഞു വരുന്നത്. അതെ അതെ, ആ ഒരു ചോദ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു നല്ല ചോദ്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഫിലോസോഫിക്കലായിട്ട് ആൻസർ പറയേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാനൊരു ചെറിയ കഥ പറയാം. ഡെക്കാർത്തിനെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു ഒരുപാട് കാലം. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: ആം ഐ എക്സിസ്റ്റിംഗ്? ഞാനുണ്ടോ എന്നുള്ളതാണ്, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളോളം അലഞ്ഞത് ശേഷം അദ്ദേഹം ഒരു ഉത്തരത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ആ ഉത്തരം ഇങ്ങനെയാണ്: ഐ ആം തിങ്കിങ് സോ ഐ ആം. ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ ഞാനുണ്ട്. സോ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു അസ്തിത്വം ഉണ്ടെങ്കിൽ, ഒരാൾക്ക് വ്യക്തിത്വവും അസ്തിത്വവും ഉണ്ടെങ്കിൽ അയാൾ ചിന്തിച്ചിരിക്കണം. ചിന്തിക്കുന്നവനെ അസ്തിത്വം വ്യക്തിത്വം ഉള്ളൂ. ആ അർത്ഥത്തിൽ മലയാളം ഓപ്ഷണൽ പേപ്പർ ചിന്തിക്കുന്നവനുള്ളതാണ്, അസ്തിത്വമുള്ളവനുള്ളതാണ്, വ്യക്തിത്വമുള്ളവനുള്ളതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു കൗതുകത്തിന് ഞാൻ പറഞ്ഞുവെങ്കിലും ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടാവുമ്പോഴല്ലേ നമ്മളെ ഈ പേപ്പർ നമ്മളുടെ ഈ എക്സാം കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതും മനോഹരവുമാവുന്നത്. അതുകൊണ്ട് അതൊരു അവസരമല്ലേ, അതൊരു അവസരമായി കണ്ട്, നമുക്ക് ആത്മപ്രകാശനത്തിനുള്ള ഒരു അവസരമായി കണ്ട് മലയാളം ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സെക്കൻഡ് പേപ്പറിനെ കൂടുതൽ ഭംഗിയാക്കട്ടെ, എന്നിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യട്ടെ, അല്ലേ? മലയാളം ഇപ്പോൾ ഞാൻ കുറച്ച് ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ ടോപ്പേഴ്സിൻ്റെ ഇതൊക്കെ അവർ ഫിലിംസ് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 5 മാസം കൊണ്ട് അവർ എഴുതി സർവീസിൽ കയറി. അപ്പം അതൊക്കെ പോസിബിൾ ആണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര സമയം എടുക്കുമോ? എത്രത്തോളം ഇതിന് സമയം എടുക്കുന്ന ഒരു സംഭവമാണിത് മലയാളം നമുക്ക് പഠിച്ചെടുക്കാൻ? മലയാളം 3, 4, 5 മാസം കൊണ്ട് പഠിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അതെ അതെ, അത് നമുക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, അങ്ങനെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പക്ഷെ മലയാളത്തിന്റെ ഒരു സിലബസ് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നേരത്തെ മലയാളം സിലബസ് അറിഞ്ഞ് അതിൽ പല പുസ്തകങ്ങളും വായിച്ച ആളുകളുണ്ടാവാം. മലയാളത്തിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ മലയാള സാഹിത്യ ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ ആളുകളുടെ പുസ്തകങ്ങളാണ് വായിക്കാനുള്ളത്. പൊതുവെ നല്ല സാഹിത്യ ലോകവുമായിട്ട് ബന്ധമുള്ള ആളുകളാണെങ്കിൽ, വായനാശീലം നേരത്തെ ഉള്ളവരാണെങ്കിൽ പല പുസ്തകങ്ങളും നേരത്തെ വായിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് ശരിയായിരിക്കും. അയാൾ 4-5 മാസം കൊണ്ട് ഒരു പക്ഷേ ഓപ്ഷൻ പേപ്പർ കവർ ചെയ്തു എന്ന് പറയുന്നത് ശരിയായിരിക്കാം, ആവാതിരിക്കാം. എന്ത് തന്നെ ആയാലും ശരി, മലയാളം ഓപ്ഷൻ അതിന് കൃത്യമായ ടൈം കൊടുത്ത് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇത് ഒരു നിരന്തരമായ പ്രാക്ടീസ് ആവശ്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മലയാളം സാഹിത്യം നമുക്ക് വായിച്ച് തീർത്താൽ പോരല്ലോ, നമുക്കത് അകത്തേക്ക് എടുക്കണം, ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് നമുക്കത് അനലൈസ് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ അതിൻ്റെ മനനം നടക്കണം, ഒരു പ്രോസസ്സ് നടക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് കൂടിയുള്ളതാണല്ലോ, പരീക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ പ്രധാനമായിട്ടും. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പഠനം നടക്കണം, കേവല വായന പോരാ. അപ്പം അതുകൊണ്ട് തന്നെ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, സിവിൽ സർവീസ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇപ്പുറത്ത് GS പേപ്പർ ഒത്തിരി പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേണം അയാൾക്ക് മലയാളം ഓപ്ഷനും പഠിക്കാൻ. സ്വാഭാവികമായിട്ടും മാത്രമല്ല, അയാൾ മലയാളം ഓപ്ഷൻ മാത്രമായിട്ട് പഠിക്കാനിരിക്കുകയാണെന്ന് വയ്ക്കുക, ഒരു പ്രത്യേക ടൈം നിശ്ചയിച്ചുകൊണ്ട്. അതും പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബോറിംഗ് ആവാനും സാധ്യതയുണ്ട്. മലയാളം ഓപ്ഷൻ്റെ പ്രശ്നം മാത്രമല്ല, അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരാൾക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എത്ര സമയം ഒരു ദിവസം പഠിക്കാൻ പറ്റും? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇത് പഠിച്ചങ്ങ് തീർക്കുക അല്ലെങ്കിൽ വായിച്ചങ്ങ് തീർക്കുക എന്ന് പറയുന്ന ഒരു സോ കോൾഡ് തീർക്കൽ കൊണ്ട് കാര്യമില്ല. ഇത് തീരണം, സ്വാഭാവികമായി തീരണം. അതായത് വായിച്ച് പഠിച്ച് ആസ്വദിച്ച് തീരണം. അങ്ങനെ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചിലപ്പോൾ 7 മാസമാവാം, 8 മാസമാവാം, ഒരു ത്രൂ ഔട്ട് ഒരു അക്കാഡമിക് ഇയർ ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെ സമയമെടുക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി തന്നെയാണ് ഏതൊരു ഓപ്ഷണൽ പേപ്പറും പോലെ തന്നെ മലയാളം ഓപ്ഷണൽ പേപ്പറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം മലയാളം ഓപ്ഷനിൽ നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് തീർത്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ ആൻസർ എഴുതി തുടങ്ങിയാൽ മതി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്കിപ്പോൾ പഠിച്ച് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ആൻസർ എഴുതുന്ന പരിപാടി,
അതാണോ ബെറ്റർ, അല്ലെങ്കിൽ ഒരു പേപ്പർ തീർന്നിട്ട് അതിന്റെ ആൻസർ എങ്ങനെ എഴുതി പോകുന്നതാണോ? എന്താണ് ഇതിന്റെ ഒരു മലയാളത്തിൽ നമുക്ക് ആൻസർ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ വിവേക് ചോദിച്ചത്. പല ആളുകളും മലയാള ഓപ്ഷൻ പേപ്പർ നല്ല രീതിയിൽ പഠിച്ച, നല്ല സ്ഥാപനങ്ങളിൽ നിന്ന്, നല്ല മെൻറ്റേഴ്സിൽ നിന്ന് പഠിച്ച ആളുകൾ പോലും വേണ്ടത്ര എക്സാമിൽ പെർഫോം ചെയ്യാറില്ല. അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട റീസൺ, ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം കൂടിയാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, അവർ പഠിക്കുന്നു, വായിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ മാത്രം എക്സാമിന് ആവശ്യമായ ഉത്തരങ്ങൾ എഴുതി ശീലിക്കുന്നു എന്നുള്ളതാണ്. മലയാള ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് മുതൽ തന്നെ എഴുതിയും പരിശീലിക്കണം. അഥവാ മുൻകാല ചോദ്യപേപ്പറുകളോട് ആൻസർ ചെയ്തുള്ള പരിശീലനം തുടക്കം മുതൽ തന്നെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ രണ്ടർത്ഥത്തിലും മലയാളം പേപ്പർ നമുക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടർത്ഥം എന്ന് പറയുമ്പോൾ, ഒന്ന് മലയാള ഭാഷ, അക്ഷരങ്ങൾ വളരെ ഉപരിപ്ലവമായ അർത്ഥത്തിലാണ് ഞാൻ ഒന്നാമത് പറയുന്നത്. അതായത് എഴുത്ത് പരിശീലിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, സ്പീഡായിട്ട് എഴുതാനുള്ള സംഗതി, അതുകൂടി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? UPSCയുടെ എക്സാമിൽ അത് അക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. നേരത്തെ എഴുതി പരിശീലിക്കുക എന്നുള്ളത്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ വായിച്ച രചനയുമായി ബന്ധപ്പെട്ട്, നോവലുമായും അല്ലെങ്കിൽ കഥയുമായും കവിതയുമായും ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഭാഷയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അതേ ടോണിൽ ആ ചോദ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ആൻസർ ചെയ്യാനുള്ള ഒരു പരിശീലനം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? അത് നേരത്തെ മുതൽ ചെയ്താൽ, അതായത് പഠനത്തോടൊപ്പം പരിശീലിക്കുക എന്നൊരു പ്രോസസ്സ്. ഇവിടെയാണ് നമ്മളുടെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത്. IAS ഫാക്ടറിന്റെ മലയാളം ഓപ്ഷനിന്റെ ഒരു യുണീക്നെസ്, ഓപ്ഷണൽ കോച്ചിങ്ങിന്റെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ്. പലപ്പോഴും എന്തിനാണ് കുറേ അധികം മലയാള ഓപ്ഷൻ കോച്ചിങ്ങിന്റെ സംവിധാനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്, പിന്നെ അതിനിടയ്ക്ക് എന്തിനാണ് IAS ഫാക്ടറിന് ഒരു മലയാള ഓപ്ഷണൽ പേപ്പറിന്റെ സാധ്യത എന്താണ് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. നമ്മൾ അതുകൂടി അഡ്രസ് ചെയ്യണം, അല്ലേ? ഇവിടെയാണ് മലയാളം ഓപ്ഷൻ പേപ്പറിന്റെ പ്രാക്ടീസോട് കൂടിയുള്ള, തുടക്കം മുതൽ തന്നെ പ്രാക്ടീസോട് കൂടിയുള്ള വളരെ ശാസ്ത്രീയമായ, വളരെ സയന്റിഫിക് ആയിട്ടുള്ള, അതായത് റിസൾട്ടിലെത്തിക്കുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് IAS ഫാക്ടർ മലയാളം ഓപ്ഷൻ കോച്ചിങ്ങിന്റെ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന യുണീക്നെസ്. അഥവാ തുടക്കം മുതൽ തന്നെ പരിശീലിപ്പിക്കുകയും, എഴുതാൻ പരിശീലിപ്പിക്കുകയും, അത് അനലൈസ് ചെയ്യുകയും അതിൽ കറക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് എക്സാമിന് സ്കോർ നേടിക്കൊടുക്കുക. തീർച്ചയായിട്ടും അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി IAS ഫാക്ടറിന്റെ മലയാളം ഓപ്ഷൻ ക്ലാസ്സസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരെയും മലയാളം വിശാരദന്മാരാക്കുക എന്നുള്ളതല്ല. അത് സ്വാഭാവികമായി സംഭവിച്ചു കൊള്ളട്ടെ. അതിലുപരി സിവിൽ സർവീസ് എക്സാമിൽ നല്ല സ്കോർ നേടിക്കൊടുക്കുക, ഓപ്ഷൻ പേപ്പർ നല്ല സ്കോർ നേടിക്കൊടുക്കുക. ഇതാണ് ഈ ഒരു സിസ്റ്റത്തിൽ ഓപ്ഷൻ പേപ്പറിന്റെ കാര്യത്തിൽ, മലയാള ഓപ്ഷൻ പേപ്പറിന്റെ കാര്യത്തിൽ നമ്മുടെ IAS ഫാക്ടർ മുന്നോട്ട് വയ്ക്കുന്ന യുണീക്നെസ് എന്ന് പറയുന്നത്. സോ ഒരു സംശയമില്ല, തുടക്കം മുതൽ എഴുത്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാലല്ലാതെ സ്കോർ നേടാൻ പറ്റില്ല, നല്ല മാർക്ക് നേടാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇതുവരെ എക്സാം എഴുതിയിട്ടുള്ള ആളുകൾക്ക് ഉള്ളിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് GS എഴുതുന്ന പോലെ അത്രയും സ്പീഡിൽ നമുക്ക് മലയാളം എഴുതാൻ പറ്റുമോ? അത്രയും സ്പീഡിൽ എന്ന് പറഞ്ഞാൽ വിവേക് ഇപ്പോൾ ഒരു GS ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് എഴുതുന്ന പോലെ അത്രയും സ്പീഡിൽ നമുക്കിപ്പം മലയാളം എന്ന് പറയുമ്പോഴത്തേക്കും കുറെ ഇങ്ങനെ കറങ്ങിയൊക്കെ വരുന്ന കുറെ അക്ഷരങ്ങളുണ്ട്. എഴുതുമ്പോഴേക്കും ആനയെ വരയ്ക്കാന്ന് പറയാം. അപ്പം അത് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞു. അപ്പം ഇത്രേ ഉള്ളൂ സംഭവം. അപ്പം അത് എങ്ങനെ നമ്മളെ സ്പീഡുമായിട്ട് വരുന്നുണ്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ? അർത്ഥത്തിൽ അതൊരു നല്ല ചോദ്യമാണ്. എന്ന് വെച്ചാൽ മലയാളം അക്ഷരമാല എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ തമാശക്ക് പറയാറുണ്ട് എന്നുള്ള അക്ഷരമൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും, അല്ലെ? മുമ്പ് ഞാനൊരാൾ തമാശക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇംഗ്ലീഷുകാർ ഇവിടെ വന്നത് നന്നായി, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇടേണ്ടി വരുമായിരുന്നു എന്നുള്ളത്. ഭാഷാപരമായി നോക്കിക്കഴിഞ്ഞാൽ അതൊരു കൗതുകമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ മലയാള അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം സമയമെടുത്ത് എഴുതേണ്ട ഒരു സംഗതി തന്നെയാണ്, സംശയമില്ല. കാരണം ഇംഗ്ലീഷിൽ ഒരു വാക്ക് എഴുതുന്ന സമയമെടുക്കും, മലയാളത്തിൽ ചില അക്ഷരങ്ങൾ എഴുതാൻ എന്നതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അത് എഴുതി പ്രാക്ടീസ് ആവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പം മുതൽ മലയാളം എഴുതുന്നുണ്ടല്ലോ. മെജോറിറ്റി ആളുകളും ഒരു മലയാള ഭാഷ എന്നുള്ള അർത്ഥത്തിലെങ്കിലും എടുത്ത് പഠിക്കുന്ന ആളുകളാണ്. ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ പഠിക്കുന്നവർ പോലും മലയാള ഭാഷ പൊതുവെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ പ്രാക്ടീസ് ഉണ്ട്, നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു ഫ്ലുവൻസി ഉണ്ടാവും. എന്നാലും നമ്മളുടെ UPSC ക്വസ്റ്റ്യൻ പേപ്പർ റിക്വയർ ചെയ്യുന്നതനുസരിച്ച് ഒത്തിരി എഴുതാനുണ്ട്.
അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. സ്പീഡാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മലയാളം എല്ലാ ചോദ്യങ്ങളോടും കൃത്യമായി ഉത്തരം പരിമിതമായ സമയത്തിനുള്ളിൽ നൽകാൻ കഴിയുകയുള്ളൂ. അതിന് എന്നും നമ്മളിങ്ങനെ ആൻസർ എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം മലയാളം. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. UPSC ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പണി അതാണല്ലോ. അത് ഓപ്ഷൻ പേപ്പറിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. സാർ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മലയാളം ഓപ്ഷൻ എടുക്കാനായിട്ട് ഇരിക്കുന്ന സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ ആസ്പിരൻസിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കോർ കോൺസെപ്റ്റുകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഓപ്ഷൻ പേപ്പർ എന്നുള്ളത് നമ്മൾ പ്രിലിംസിനുള്ള പഠനമെല്ലാം കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ട ഒന്നല്ല. പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു അബദ്ധം ഇതാണ്. നമ്മളുടെ തന്നെ മുൻകാല സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള എത്രയോ തവണ അവരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇപ്പോൾ കഴിഞ്ഞൊരു 10-13 വർഷമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജനറേഷൻസിൽ നിന്ന് പല കുട്ടികളും അല്ലേ നമ്മളുടെ സ്റ്റുഡൻസ് ഈ മേഖലയിൽ സിവിൽ സർവീസിലും മറ്റും എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ വിജയിച്ചവരെയും നമുക്കറിയാം, വിജയിക്കാത്തവരെയും നമുക്കറിയാം, വിജയിക്കാത്ത ആളുകളുടെ ഹിസ്റ്ററിയും നമുക്കറിയാം. അതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പല ആളുകളും നല്ല പൊട്ടൻഷ്യലുള്ള വിദ്യാർത്ഥികൾ സിവിൽ സർവീസിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്കുറപ്പുള്ള, അവർക്കും പലപ്പോഴും ഉറപ്പുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്നൊരു വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ പ്രിലിംസിൻ്റെ റിസൾട്ട് വരട്ടെ അല്ലെങ്കിൽ പ്രിലിംസ് കഴിയട്ടെ എന്നിട്ട് ഓപ്ഷൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് സംഭവിക്കുന്നതോ പ്രിലിംസിന് നല്ല സ്കോർ നേടിയിട്ട് അവർ ഓപ്ഷൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ പോകും. അപ്പോൾ അവർക്ക് മെയിൻസിന് വേണ്ട GS പേപ്പറിനുള്ള പ്രാക്ടീസിൻ്റെ ടൈമാണല്ലോ അത്. സ്വാഭാവികമായിട്ടും ആ വർഷം അവർക്ക് മെയിൻസ് കിട്ടില്ല, ഉറപ്പാണ്. അവർക്ക് ഓപ്ഷൻ പേപ്പർ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റില്ല. GS പേപ്പറും മെയിൻസിന് ആവശ്യമായ രീതിയിൽ അവസാനത്തെ പോളിഷിങ്ങും കാര്യങ്ങളും നടക്കില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. സോ നമുക്ക് ഒന്നാമത് പറയാനുള്ളത്, തുടക്കം മുതൽ തന്നെ സിവിൽ സർവീസിന് നിങ്ങൾ പരിശീലിച്ച് തുടങ്ങുമ്പോൾ മുതൽ തന്നെ നിങ്ങളൊരു സീരിയസ് ആസ്പിരൻ്റ് ആണെങ്കിൽ അത് ഏത് ഓപ്ഷൻ പേപ്പർ ആവട്ടെ അതിൻ്റെ കൂടെ തന്നെ പ്രിലിംസ് കം മെയിൻസ് എന്നുള്ള പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ തുടക്കം മുതൽ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ഇവിടെ പിച്ച് ചെയ്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് പ്രാക്ടീസ്. എഴുത്താണ് ഇതിനകത്തെ പ്രാക്ടീസ്. ഞാൻ പറയാറുള്ളത്, ഒരു മാജിക് പെൻ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ ആവശ്യമാണ്. ആ മാജിക് പെന്ന് നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അതായത് ആൻസർ ഷീറ്റിൽ വെച്ച ഉടനെ ചോദ്യത്തിനനുസരിച്ച് ഒഴുക്കോടുകൂടി സ്വയം എഴുതുകയാണോ ആ പെൻ എന്ന് തോന്നുന്ന രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മാജിക് പെൻ. ഈ മാജിക് പെൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്, നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ആസ്പിരൻ്റ് ചെയ്യേണ്ട കാര്യം. അത് മലയാളത്തിൽ ലഭിക്കണമെങ്കിൽ, മലയാളത്തിൽ ഈ മാജിക് പെൻ നേടിയെടുക്കണമെങ്കിൽ തുടക്കം മുതൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഒരു സംശയമില്ല, ഓപ്ഷണൽ പേപ്പറിൽ ഞെട്ടിക്കുന്ന സ്കോറും മാർക്കും നേടിക്കൊണ്ട് കേരള കേഡറിൽ തന്നെ IAS-കാരനായും IAS-കാരിയായും വരാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ ഒരു ഉറച്ച നിലപാടോടുകൂടി, ഉറച്ച ഒരു ബോധ്യത്തോടുകൂടി, കൃത്യമായൊരു പ്ലാനോടുകൂടി മുന്നോട്ട് പോയാൽ സിവിൽ സർവീസ് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. നല്ല സ്കോറോടുകൂടി ഭാവിയിലെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന ഒരു നല്ല യങ് ബ്യൂറോക്രാറ്റായിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ ആശംസകളും നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സ്റ്റുഡൻസിന്, നമ്മുടെ ആസ്പിരൻസിന് നമ്മൾ നൽകുന്നു.